ഞാൻ ഈ നാട്ടിലേക്ക് പുതുതായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ. എന്തായാലും നിങ്ങളും നിക്ക്. നീ എവിടെയാ? ഇവര് പറയുന്ന ശ്രീനി എന്ന് പറയുന്ന ആളെ നിനക്കറിയോ? എനിക്കാരും അറിയില്ല, ഇവരാരും അറിയില്ല. അടുത്ത വീട്ടിലെ മഹേഷിനോടൊന്ന് ചോദിച്ചേ. എന്ത് രസമല്ലടാ, അവൻ കണക്കിൽ പാസ്സാവുമായിരിക്കും അല്ലേ? ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ വഴിയുണ്ടടാ. നിനക്കെങ്ങനെ അറിയാടാ? ചില ആൻസർ ഫേസ് നോക്കിയും നടക്കുന്ന നോക്കിയും പറയാൻ പറ്റും. മഹേഷേട്ടാ, മഹേഷേട്ടാ, എന്റെ അമ്മോ, എന്തൊരു ഗ്ലാമറായത്. സോറി, പഴയ എസ് ഐയുടെ കെട്ടികളാണെന്നുള്ള ആ ഓർമ്മയില്. വാട്ട് കാൻ ഐ ഡു ഫോർ യു? മഹേഷേ. സാറേ, സാറേ, സാറ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഏത് പേരാ സാറേ? ശ്രീനി. ഓ, ശ്രീനിയോ? ആ ഉണ്ട് സാറേ, ഫ്രാഡ് ശ്രീനി. ആ സാറേ, ഗൂഗിളില് ഫ്രാഡ് അടിച്ച അവന്റെ പേര് ആദ്യം വരുന്നത്. എന്താ സാറേ കാര്യം? ശ്രീനിയുടെ വണ്ടി കാക്കനാട് വെച്ചൊരു ആക്സിഡന്റിൽ പെട്ടു വന്നു. എന്താ ശ്രീനിക്ക് ആക്സിഡന്റ് ആയിരുന്നോ? ഇവന്മാരാ പറഞ്ഞേ. ഇവന്മാരുടെ മോന്ത കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറ. എടാ, പറഞ്ഞത് ഇഷ്ടപ്പെട്ടായിരുന്നു. കുഴപ്പമില്ലടാ. എടാ മഹേഷേ, എസ് ഐയുടെ വീടിന് മുമ്പിൽ ഈ സമയത്ത് എന്താ പരിപാടി? കറക്റ്റ് സമയത്താ വന്നത്. നിങ്ങളുടെ ശ്രീനിക്ക് കാക്കിനാട് ആക്സിഡന്റ് ആയെന്ന്. ശ്രീനിക്ക് ആക്സിഡന്റ് ആയിരുന്നോ? ശ്രീനിക്ക് ആക്സിഡന്റ് ആയേ. ഇത് ആക്സിഡന്റ് അല്ല സാറേ, കൊലപാതകമോ? നിങ്ങളൊക്കെ ആരാ? വിളിപ്പേര് പുലിയോര. എന്റെ പേര് രാജ. പുലിയോര രാജ എന്നാ വിളിക്കുന്നേ. എന്താടാ കൊലപാതകം എന്ന് പറയുന്നത്? അതെ, ഇത് ഉറപ്പായിട്ട് കൊലപാതകം തന്നെയാ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ പ്രസിഡന്റിനെതിരായിട്ട് മത്സരിച്ച് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു സാറേ. അവർ രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു. ആ ഒരു പക കൊണ്ടാണ് പ്രസിഡന്റ് ശ്രീനിക്ക് സ്കെച്ചിട്ട്. മോനെ ശ്രീനി, നിന്നെ ഞാൻ വിടില്ലടാ. എന്നെ എതിർത്ത് എനിക്കെതിരെ നീ മത്സരിക്കുമല്ലേ, നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോടാ? തീർച്ചയായിട്ടും നിന്റെ കട്ട പുകയാടാ. നോക്ക്, നിന്നെ ഏതോ ലോറി ഇടിച്ച് ചത്തതാന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കൂടാ. ലോറി അതാ ലോറി തന്നെ. തീർക്കുപടാ, നിന്നെ ഞാൻ തീർക്കുപടാ. സാർ, ഉറപ്പായിട്ട് ഈ ആക്സിഡന്റ് പ്രസിഡന്റ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ സാക്ഷി ഹാജരാക്കാം. ആക്സിഡന്റ് എങ്ങനെയാണ് നടന്നത്? ലോറി ആക്സിഡന്റാ ചേട്ടാ. കേട്ടില്ലേ സാറേ? ഇനിയും തെളിവാണോ? ഞാൻ ഇപ്പൊ തരാം. നീ ആ ശരി വിളിച്ചേ, ഫോൺ വിളിക്കടാ. അയ്യോ ചേട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആണോ? സാറ് കണ്ടല്ലോ, ഇനി ആ പ്രസിഡന്റ് ഒന്ന് ഫോൺ വിളിച്ചേ. ഇത് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. കണ്ടില്ലേ സാർ? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണ്ടത്? അയാൾ തന്നെയാണ് ഈ ആക്സിഡന്റ് നടത്തിയത്. അതെ സാർ. അവരെ വെറുതെ വിടാൻ പാടില്ല സാറേ. പ്രസിഡന്റ് അങ്ങ് തീർത്തേക്കാം. അവിടെ നിൽക്കടാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശ്രീനിയും നിങ്ങൾ പറയുന്ന ശ്രീനിയും ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടത്. പ്രസിഡന്റ് ആണോ ഈ ആക്സിഡന്റ് നടത്തിയെന്ന് കൺഫേം ആയിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് ഞാൻ നടപടിയെടുക്കും. ഞാൻ റെഡി ആയിട്ട് വരാം കാക്കനാടേക്ക് പോവാൻ. എന്റെ ഹസ്ബൻഡ് കാക്കനാടിലേക്ക് പോവാ. കാക്കനാടിലേക്ക് എന്റെ ഹസ്ബൻഡ് കാക്കനാടിലേക്ക് പോവാ. ബോബിനെ വെളിവിടുന്ന ഞാൻ ഈ തെറ്റ് ഒരിക്കലും ചെയ്യില്ല. സത്യം പറഞ്ഞ സാർ സൂപ്പറാ. സംസാരം വിളിക്കുന്ന കണ്ടില്ലേ? സാറിലായിരുന്നു ഇവിടെ 4 ശവം വീണേ. ഇപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഈ നാട്ടിലെ ശ്രീനുവാണെങ്കിൽ അതിന് കാരണക്കാരൻ പ്രസിഡന്റും ആണെങ്കിലോ? വായന വരുന്ന അബദ്ധം വെറുതെ വിളിച്ചു പറയല്ലേ. തെറ്റാണെങ്കിൽ എന്നെ കൊന്നേക്ക്, കൊല്ല്. അല്ലെങ്കിൽ നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്ക്. ചെറുപ്പാണെങ്കിലും നല്ലൊരു കാര്യ പറഞ്ഞേ. കേട്ടല്ലോ അല്ലേ? മഹേഷ്. എന്താ സാറേ വിളിച്ചോ? എന്താ സാറേ? പ്രസിഡന്റ് ഇപ്പൊ എവിടെയുള്ളേ? തീർത്ഥയാത്രയ്ക്ക് പോയേക്കോ സാറേ. അയാളുടെ ഫാമിലിയോ? അവരെല്ലാം വീട്ടിലുണ്ട് സാറേ. ഈ പെണ്ണുങ്ങള് കുട്ടികളെല്ലാം ഉണ്ട്. ഒരു കാര്യം ചെയ്യ്. എന്താ സാറേ? പ്രസിഡന്റ് വീട്ടിലുള്ള എല്ലാവരെയും എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അവരുടെ വീട്ടിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും എസ് ഐയുടെ വീട്ടിൽ വന്ന് അവരൊന്നും ചെയ്യാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല. സൺഡേ മീറ്റ്സ് ഹാപ്പൻസ്. നീ ഇങ്ങോട്ട് വാടാ. സമ്മതിക്കടാ. അടുത്തേക്ക് വരാനാ പറഞ്ഞു. വേണ്ടടാ. പറഞ്ഞു. എന്താടി ശശികലേ, നീ എനിക്ക് മുന്നേ ഇറങ്ങിയോ? വലിയ ആളാവാൻ നോക്കല്ലേ? അയ്യോ അങ്ങനെയൊന്നുമില്ല അമ്മായി. അമ്മായിക്ക് വേണ്ടി ഡോറ് തുറക്കാൻ ഇറങ്ങിയതാ. അയ്യോ വേറൊന്നുമല്ല അമ്മായി, ഇറങ്ങി. എടി ചന്ദ്രകലേ, നീ അവളെ ഒരുപാട് ഉപദേശിച്ചിട്ട് നീ ഇറങ്ങുന്നല്ലോ. അഹങ്കാരം കൂടിപ്പോയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മയെ പോലെ ആടിത്തോടെ ഇരിക്കില്ലായിരുന്നോ? ഇങ്ങനെ ചത്തുകുത്തിയിരിക്കോ? ഇറങ്ങി വാ. അധിക പ്രസംഗം പറയുന്നതിന് ഒരു കുഴപ്പമില്ല.
എടാ ഡ്രൈവർ ചേർക്കാ, എന്താ അമ്മേ? നാട്ടിൽ കള്ളന്മാർ ഒരുപാടുണ്ട്. നീ വീട്ടിൽ പോയി എല്ലാം ഒന്ന് നോക്കണേ. ആ ശരി. എന്തുവാണ് ഇതൊക്കെ? ഇവരെല്ലാം വലിയ ടിക്ടോക്ക് ഫാമിലിയെ പോലെ ഉണ്ടല്ലോ. എല്ലാം കൂടെ അകത്തേക്ക് കയറിയ ബോബിയുടെ ആരും കട്ട പോകുകയെന്നുള്ളത് ഉറപ്പായ വലിയ കാര്യം. കഷ്ടമായിരിക്കടാ. എല്ലാം നിന്നെ കൊണ്ടോടാ. ഇനി ഇതുപോലെ തല്ലുവാണ് ഞാൻ നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ടി. ഫ്രണ്ട്ഷിപ്പ് പ്രധാനം. എടാ സീനുവിന് അപകടം പറ്റിയെന്ന് കേട്ടല്ലോ. ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചു കേട്ടോ. ചത്ത പോയിരുന്നെങ്കിൽ സമാധാനം കിട്ടിയേനെ. ഒന്നിനും കൊള്ളാത്തവൻ. അതെ, വർത്താനം നിർത്തിയിട്ട് അകത്തേക്ക് പോവാൻ നോക്ക്. മുത്തശ്ശി, ഇവരുടെ പേര് ശശികല, ഇവരുടെ പേര് ചന്ദ്രകല. അപ്പൊ മുത്തശ്ശിയുടെ പേരെന്താ? ലക്ഷ്മി കലേന്നാടാ. ഡാന്ന് വിളിക്കാതെ പിന്നെ സാറേന്ന് വിളിക്കണോ? അകത്തേക്ക് പോകും. എന്താടാ വിവരം പറഞ്ഞവർക്ക് ഒരു റെസ്പെക്ട് ഇല്ല ഇവിടെ. പോടാ പോടാ, വേഗം പോടാ കുട്ടികളെ. ഒന്ന് വേഗം ആട്ടെ. ഞാൻ വരുന്നിടം വരെ ഇവരെ നന്നായി നോക്കണം. ഞാനില്ലാത്തപ്പോ ആര് വന്ന് വിളിച്ചാലും കഥക് തുറക്കണ്ട. എന്താ സാർ? ആ ശ്രീനിയെ ഹോസ്പിറ്റലാക്കിയത് നിങ്ങളാണോ? അതെ സാർ, അതെ സാർ. ഏത് ഹോസ്പിറ്റലിലാ? കാക്കനാട് ജനറൽ ഹോസ്പിറ്റലാ സാർ. എങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ വാ. ഓക്കെ സാർ. നീ അവിടെ നിൽക്ക്. നിന്നെ കണ്ടിട്ട് കുറച്ച് തിരക്കേടില്ല. നിന്റെ പേരെന്താ? രാമുന്ന സാർ. പോവാം. വാ. ശ്രദ്ധിച്ചു വേണേടാ. എന്തിനാടാ? പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ ഓർത്താ മതി. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണെങ്കിൽ എന്നെ ഓർത്താ മതി. ഡാ, എന്താടാ? ഈ നാട്ടിൽ എവിടെയോ ശ്രീനിയുണ്ട്. പക്ഷേ അത് ഹോസ്പിറ്റൽ, അതും ICU-ല്. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാവണമെന്ന് ഒരു ഉറപ്പുമില്ല. നീ ആ നിൽക്കുന്നവരെയൊക്കെ നോക്കിയ, നീ പറയുന്നതൊക്കെ കള്ളാന്ന് അവർക്ക് മനസ്സിലായ ഹോസ്പിറ്റൽ ICU-ന്ന് നീയും പുറത്തു വരത്തില്ലെന്ന് ഉറപ്പാ. ഇനിയെല്ലാം മെഗാസ്റ്റാർ തന്നെ വേണം രക്ഷിക്കാൻ. ചെല്ലടാ. വാടാ. വരുന്നു ചേട്ടാ. ദൈവമേ രക്ഷിക്കണേ. ലേഡീസ് അല്ലേ വന്നിരിക്കുന്നത്, അതിനെന്തിനാ ഇവിടെ ഇത്ര മുഖം കാണിക്കുന്നേ? എന്തോ എടി കൊച്ചേ, വീട്ടിൽ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും കാപ്പി വെള്ളം ഒന്നും വേണമെന്ന് ചോദിക്കില്ലേടി നീ? എന്തെങ്കിലും കുടിക്കാൻ വേണോ ആന്റി? ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി നോക്കാതെ വേണമെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൂടെ നിനക്ക്? എന്നോട് ചോദിക്കാതെ നിനക്ക് അവിടെ ചോദിക്കാലോ. എനിക്ക് ജ്യൂസ്, അമ്മായിക്ക് ബൂസ്റ്റ്, അമ്മായിയുടെ അമ്മായിക്ക് കോഫി. എടി പെങ്കൊച്ചേ, മനസ്സിലാകുന്ന പോലെ പറയടി. അമ്മായിയുടെ അമ്മായിക്ക് കോഫി, അമ്മായിക്ക് ബൂസ്റ്റ്, എനിക്ക് ജ്യൂസ്. ശരി, കൊണ്ടുവരാം. ഇവൻ എന്റെ ജീവിതം തോലയ്ക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്നെ പറഞ്ഞേക്ക്. ഉച്ച വെക്കാതെ ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹം ഒരാള് വെളിയിൽ പോയപ്പോ 7-8 പേര് അകത്തേക്ക് വന്നേക്കുന്നത്. സൗകര്യം കിട്ടുമ്പോ ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് വിടും. ഒന്ന് വെയിറ്റ് ചെയ്യേ.